blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും മോഹനൻ റാണി ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നല്ലോ. കൂടാതെ മകൻ ജിത്തുവിൻ്റെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യുന്നു. കർത്താവെ, ഇവരെല്ലാം അങ്ങയുടെ നാമത്തിൽ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നു. ജന്മദിനത്തെയും വിവാഹ വാർഷികത്തെയും ദാമ്പത്യ ജീവിതത്തെയും അനുഗ്രഹിക്കുന്നു. മോഹനു വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ മൗത്ത് ക്യാൻസറിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മറ്റൊരു വെൽവിഷർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരിക്ക് വളരെ സമാധാനപരമായി, വളരെ സന്തോഷകരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ജീവിതം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തോപ്പുംപടിയിൽ നിന്നും ഈ സമയത്ത് സാമപ്രിയ സാലികുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 30 കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ ഈ സഹോദരി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സാമപ്രിയയും തൻ്റെ സഹോദരി അതുല്യയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 പേർക്കും കർത്താവെ വളരെ ശോഭനമായ ഒരു ഭാവിയെ നൽകുകയും കർത്താവിൻ്റെ രക്ഷ കരസ്ഥമാക്കി നിൽക്കുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കായംകുളം ഏപ്രിൽ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 വരെ. റോട്ടറി ക്ലബ് ഓപ്പോസിറ്റ് ബോട്ട് ജെട്ടി, കായംകുളം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോതമംഗലം ഏപ്രിൽ 29 ശനി. സമയം രാവിലെ 10 മുതൽ 1 വരെ. കലാ ഓഡിറ്റോറിയം, മൂവാറ്റുപുഴ റോഡ്, കോതമംഗലം. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. കൈകൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല.
വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ ഇതുവരെ ഇങ്ങനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് യേശുക്രിസ്തുവിനെ ഏറ്റവും കൂടുതലായിട്ട് അറിയുവാനായിട്ട് നമ്മൾ കൂടുതൽ സഹായിച്ചു. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. Most important person in the church is not the senior pastor, is not the junior pastor, is not the church leadership. It is the Holy Spirit. ഇന്ന് ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആ സഭയുടെ ഏറ്റവും വലിയ തലവനല്ല, അവിടെ ഇരിക്കുന്ന ചെറിയ ശുശ്രൂഷകരല്ല, അവിടുത്തെ കമ്മിറ്റിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഒരു സഭയ്ക്കുള്ളിൽ. കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Today I'm going to speak about the ministry of the Holy Spirit in our lives. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനത്തിന്റെ തലക്കെട്ട് ഇതാണ്: പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ. Hallelujah. Hallelujah. What can the Holy Spirit do in our lives? എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? How many of you know that Jesus really came into this world 2000 years back and he was here in human body for 33.5 years? എത്ര പേർക്കറിയാം യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ ഭൂമിയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് മാനവരാശിക്ക് വേണ്ടി മരിച്ചുവെന്ന്? Hallelujah. Hallelujah. He was here for 33.5 years. 33.5 വർഷക്കാലം യേശു കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. And after that, after his death on the cross and burial and resurrection, he ascended to heaven. കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം 3-ാം ദിവസം താൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി. But before he went back to his father to heaven, he promised one thing. പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി പോകുന്നതിന് മുൻപ് യേശു കർത്താവ് ഒരു കാര്യം മറ്റുള്ളവർക്കായി വാഗ്ദത്തം ചെയ്തു. After Jesus said, after I have gone from here and after I reach my father, I will send another person instead of me, on behalf of me, to function with you in this world. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി പോകുന്നത് കൊണ്ട് എനിക്ക് പകരം ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയച്ചു തരും എന്ന് യേശു കർത്താവ് പറയുവാനിടയായി. Hallelujah. Hallelujah. Jesus was here for more than 3 decades. യേശു കർത്താവ് ഏകദേശം 3 ദശാബ്ദക്കാലം താൻ ഇവിടെ ഉണ്ടായിരുന്നു. And after that he is saying, I will not leave you as orphans, but I will send another person. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിങ്ങളെ ഞാൻ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ കാര്യസ്ഥനെ അയച്ചു തരും. Hallelujah. Hallelujah. Now when Jesus came into this world, he came to a planet of orphans. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ഭൂമി അനാഥന്മാരുടെ ഒരു സ്ഥലമായിരുന്നു. But Jesus came and took away that situation from our lives. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ അനാഥത്വത്തെ കർത്താവ് എടുത്തു മാറ്റുവാനിടയായി. Now Jesus is going back. ഇപ്പോൾ യേശു കർത്താവ് തിരികെ പോവുകയാണ്. So he says, no, I will not leave you as orphans anymore. കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. So far all these years I was with you. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. But instead of me there will come another person. എനിക്ക് പകരമായി മറ്റൊരു വ്യക്തി ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. Who is that person? ആരാണ് ആ വ്യക്തി? That person is the Holy Spirit. ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. When we read Acts of the Apostles chapter number 2, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ the first 4 verses, ആദ്യത്തെ 4 വാക്യങ്ങൾ we read about how the Holy Spirit came into this world. എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് അവിടെ നാം വായിക്കുന്നു. How did Jesus come? എങ്ങനെയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്? When Jesus came into this world, യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ he did not come as a king wearing a crown on a horseback. ഒരു കിരീടം ധരിച്ച് ഒരു കുതിരപ്പുറത്ത് ഒരു രാജാവ് വരുന്നത് പോലെ അല്ല യേശു വന്നത്. He came as a little baby in Bethlehem. അവൻ ബെത്ലഹേമിൽ പിറന്ന ഒരു ശിശുവായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. When the Holy Spirit came into this world, എന്നാൽ യേശു പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ he did not come as a baby. ഒരു ശിശുവായിട്ടല്ല വന്നത്. He did not come in human form. ഒരു മനുഷ്യ രൂപത്തിലല്ല വന്നത്. When around 120 disciples were gathered in an upper room, suddenly there was a huge
noise, a sound of a mighty wind. അവിടെ പറയുന്നു 120 ആളുകൾ ഒരു മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മധ്യത്തിലേക്ക് അതിശക്തമായ മുഴക്കത്തോടും ശബ്ദത്തോടും കൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി He വരുവാനിടയായി. came as a mighty wind. ഒരു ശക്തിയേറിയ കാറ്റ് പോലെ അവൻ വന്നു. Hallelujah. ഹല്ലേലൂയ. Jesus came as a baby. യേശു ഒരു ശിശുവിനെ പോലെ വന്നു. The Holy Spirit came as a mighty wind. പരിശുദ്ധാത്മാവ് ശക്തിയേറിയ ഒരു കാറ്റ് പോലെ വന്നു. Nobody could see with their visible eyes how the Holy Spirit was, how his shape was. പരിശുദ്ധാത്മാവിന് എന്ത് രൂപമാണ്, എന്ത് ഭാവത്തിലാണെന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയില്ല. They could not see him. അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല. But the presence was so evident. എന്നാൽ ആ സാന്നിധ്യം അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിഞ്ഞു. Some of them saw him as the tongues of fire coming and settling down on the 120 people. ചില ആളുകൾക്ക് ഒരു പിളർന്നിരിക്കുന്ന തീനാളം പോലെ 120 പേരുടെ മേൽ വന്നിരിക്കുന്നത് അവർക്ക് കാണുവാൻ കഴിഞ്ഞു. Even today, there are multifarious ways for the Holy Spirit to manifest in a fellowship. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും ഒരു കൂട്ടായ്മകൾക്കുള്ളിൽ പരിശുദ്ധാത്മാവിന് പല തരത്തിൽ വെളിപ്പെട്ടു വരുവാൻ കഴിയും. On the banks of the river Jordan, when the baptism by John the Baptist was going on, Jesus came, got baptized, he got up from the water, and when he was praying, the Holy Spirit came down, this time not as fire but as a dove. 2000 വർഷത്തിന് മുൻപ് യോർദാൻ നദിയുടെ തീരത്തിൽ യോഹന്നാൻ സ്നാപകൻ സ്നാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ട് കയറുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് പ്രാവ് രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി എന്ന് നാം വായിക്കുന്നു. But is the Holy Spirit a dove? എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവ് പോലെയാണോ? Not at all. അങ്ങനെയല്ല. Is the Holy Spirit fire? പരിശുദ്ധാത്മാവ് തീയാണോ? Not at all. അങ്ങനെയല്ല. Is the Holy Spirit electric current given by KSCB? Okay, നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തരുന്ന പവർ പോലെയാണോ പരിശുദ്ധാത്മാവ്? No. അല്ല. But he can come in different forms. പരിശുദ്ധാത്മാവിന് ഏത് രൂപത്തിലും വരുവാൻ കഴിയും. He will come in all his invisible qualities. തനിക്ക് അദൃശ്യമായ ഒത്തിരി ഗുണഗണങ്ങളിലൂടെ വന്നു ചേരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. Hallelujah. Hallelujah. But remember one thing. After Jesus went back to heaven to his Father, it is now the age and time and dispensation of the Holy Spirit. യേശു കർത്താവ് പിതാവിന്റെ അടുത്തേക്ക് കരയേറി പോയപ്പോൾ അവന് പകരമായി വന്ന പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിന്റെയും യുഗത്തിനും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. Hallelujah. Hallelujah. So today in this age, the most important person on earth is the Holy Spirit. ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. Hallelujah. Hallelujah. The most important person in the church is not the senior pastor, is not the junior pastor, is not the church leadership. It is the Holy Spirit. ഇന്ന് ഒരു സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആ സഭയുടെ ഏറ്റവും വലിയ തലവനല്ല, അവിടെ ഇരിക്കുന്ന ചെറിയ ശുശ്രൂഷകരല്ല, അവിടുത്തെ കമ്മിറ്റിയല്ല, മറിച്ച് പരിശുദ്ധാത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഒരു സഭയ്ക്കുള്ളിൽ. Right now in this blessing festival, the most important person is not Brother Damien or Brother Sajid or anyone here. It is the Holy Spirit. ഇപ്പോൾ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഹോളിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡാമിയൻ ബ്രദറോ കൂടെയുള്ള മറ്റേതെങ്കിലും ഒരു ശുശ്രൂഷകനോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് മാത്രമാണ്. Even though we cannot see with our naked eyes, he is so real in our midst. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ഉണ്ട്. Shout hallelujah. ഒരു ഹല്ലേലൂയ പറയാമോ? Louder hallelujah. ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ. Now let's read 2 Peter chapter 1 verse number 3. നമുക്ക് 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3-ാം വചനം വായിക്കാം. Write this verse down. നമുക്ക് ഈ വചനങ്ങൾ എഴുതിയെടുത്താൽ 2 Peter chapter 1 verse number 3. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3-ാം വചനം. The Bible says his divine power has given us everything we need for life and godliness through our knowledge of him who called us by his own glory
and goodness. ആ വചനം പ്രകാരം പറയുന്നു, തന്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. Peter is saying he was a fisherman. He became a disciple of Jesus. He became the apostle. He became the chief of the apostles. Now he is writing in his old age, after living for Jesus and for his ministry. He's saying it is his divine power that is enabling us for everything. നമുക്കറിയാം, പത്രോസ് ഒരു മുഖവനായിരുന്നു. അവൻ അവിടെ നിന്ന് യേശുവിന്റെ ശിഷ്യനായി, അവിടെ നിന്ന് അവൻ അപ്പസ്തോലനായി, അപ്പസ്തോലന്മാരിൽ പ്രധാനിയായി അവൻ തീർന്നു. അതിനുശേഷം യേശു കർത്താവിന് വേണ്ടി കുറേയധികം വർഷങ്ങൾ ജീവിച്ചതിന്റെ ഒടുവിൽ പത്രോസ് ഇപ്രകാരം എഴുതി വെക്കുകയാണ്, തന്റെ മഹത്വത്താലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. Remember, brothers and sisters, if you need anything in your life, it is possible only through the divine power, the Holy Spirit's power. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് ഒറ്റ കാര്യത്തിലൂടെ മാത്രമാണ്. പരിശുദ്ധാത്മാവിന്റെ ദിവ്യ ശക്തിയിലൂടെ മാത്രമാണ് അത് സാധ്യമായി തീരുന്നത്. Say hallelujah. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? This is a top secret. ഇതൊരു പരമ രഹസ്യമായ കാര്യമാണ്. Hallelujah. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം. താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അതിനേക്കാളും കൂടുതൽ ശമ്പളത്തിൽ അവർ തനിക്ക് ജോലി കൊടുത്തു. ജോലി നഷ്ടപ്പെട്ടാൽ അതിന്റെ അർത്ഥം അതിനേക്കാൾ വലിയൊരു ജോലി കർത്താവ് അപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കാണാവുന്നതാണ്. ഈ സഹോദരൻ്റെ പേര് ദിബു എന്നാണ്. താൻ 2006 മുതൽ 2016 വരെ താൻ ഒരു IT കമ്പനിയിൽ, ബാംഗ്ലൂരിലുള്ള ഒരു IT കമ്പനിയിൽ താൻ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 10 വർഷം താൻ അവിടെ ജോലി ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 2016 സെപ്റ്റംബർ മാസമായപ്പോൾ തൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്കിനി ഈ ജോലിയിൽ തുടരാൻ പറ്റത്തില്ല, താൻ പുറത്തു പോകണമെന്ന് പറഞ്ഞു. തൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ ഇങ്ങനെയാ പറഞ്ഞ 20ഓളം കമ്പനികളിൽ താൻ ജോലിക്ക് വേണ്ടി കടന്നു ചെന്നു. ഒന്ന് കഴിഞ്ഞപ്പോൾ 20 കമ്പനിയിൽ സെർച്ച് ചെയ്ത് നടന്നു. അതെ, 20 കമ്പനികളിൽ ജോലിക്ക് വേണ്ടി. അവിടെ നിന്ന് ഒരു ഫൈനൽ കോൾ തനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇവിടെ വന്നത്. ഇവിടെ നടന്നതിൽ അതെ, അതിൽ താൻ പങ്കെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ജോലി നഷ്ടപ്പെട്ട ചിലർക്ക് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുന്നു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി കർത്താവ് മടക്കി തരും. ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഈ കോമൺ ആയി പ്രാർത്ഥിക്കുന്ന സമയത്താണോ അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം, അതോ വ്യക്തിപരമായിട്ടാണോ പ്രാർത്ഥിച്ചത്? രണ്ടും ചെയ്തു. അങ്ങനെ ഇതാണ് അത്ഭുതം. താൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് താൻ മടങ്ങി വീട്ടിൽ ചെന്നു. ശനിയാഴ്ച ഫെസ്റ്റിവൽ നടന്നു. പിറ്റേ ബുധനാഴ്ച തന്നെ തനിക്കൊരു കോള് വന്നു. സഹോദരൻ ഇങ്ങനെ പറഞ്ഞേ, അവർ തന്നെ നിർബന്ധിച്ച് താങ്കളെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചു. കമ്പൾസറി അപ്പോയിന്റ്മെന്റ്. അതെ, മാത്രമല്ല താൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ അതിനേക്കാളും കൂടുതൽ ശമ്പളത്തിൽ അവർ തനിക്ക് ജോലി കൊടുത്തു എന്നാ പറയുന്നേ. ഇവിടെ കയറി നിൽക്ക. ആരെങ്കിലും നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ, ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് ഇനി വേണ്ട, നിങ്ങളുടെ സർവീസ് മതിയായി, ഞങ്ങൾ കമ്പനി ഡൗൺ സൈസ് ചെയ്യുകയാണ്, കമ്പനിക്ക് നിങ്ങളെയും കൂടി പോറ്റാനുള്ള ബജറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? നിന്റെ പ്രൊമോഷൻ്റെ സമയമായി. ചിലരുണ്ട്, ജോലി നഷ്ടപ്പെട്ടു, എവിടെ 2 മീറ്റർ കയറുക, ചാകട്ടെ. എൻ്റെ കുഞ്ഞ് മുമ്പിൽ അതിനേക്കാൾ വലിയൊരു ജോലിയും പ്രൊമോഷനും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇത് കർത്താവ് ക്ലോസ് ചെയ്തത്. ഈ 2 ഡോറുകൾക്കിടയിൽ കയറിൽ നീ തൂങ്ങരുത്. എല്ലാ യുവതി യുവാക്കന്മാരോടും പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, ജോലി നഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അതിനേക്കാൾ വലിയൊരു ജോലി കർത്താവ് അപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. എത്രയോ പേരുടെ സാക്ഷ്യം ഈ സ്റ്റേജിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ നാൾ മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നു,
എല്ലാവർക്കും കിട്ടി, ഫ്രണ്ട്സിനെല്ലാം കിട്ടിയില്ല. പക്ഷേ അവൾക്കൊരല്പം ഡിലേ വന്നു. പക്ഷെ അവൾക്ക് കിട്ടിയത് ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡായി പോയ എല്ലാ കുട്ടികളെക്കാളും ഉയർന്ന സാലറി ഉള്ളത് ദൈവം അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. ആദ്യം അവൾ ഡിപ്രസ്ഡായി, എനിക്ക് മാത്രം കിട്ടിയില്ല, എല്ലാ ക്ലാസ്മേറ്റ്സിനും കിട്ടി. എവിടെയെങ്കിലും റിജക്റ്റഡ് ആകുമ്പോൾ, ഡിനൈഡ് ആകുമ്പോൾ ഓർക്കണം, യു ഹാവ് സംതിങ് സ്പെഷ്യൽ ഫോർ യു. അങ്ങനെ വിശ്വസിക്കാൻ പറ്റും. ബിലേറ്റഡ് ബ്ലെസ്സിങ്സ് ആർ ബിഗ് ബ്ലെസ്സിങ്സ്. വൈകട്ടെ, ഏറ്റവും നല്ലത്, സ്പെഷ്യലായിട്ടുള്ളത് കർത്താവ് നിനക്ക് വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട്. ഈ മോൻ്റെ കൈ പിടിച്ച് ലോകത്തോട് ഞാൻ വിളിച്ചു പറയും, ഒരു വാതിൽ അടയുമ്പോൾ ഓർക്കണം, അതിനേക്കാൾ വിശാലമായ, വലുതായ, സഫലമായ, ആരും അടക്കാത്ത മറ്റൊരു വലിയ വാതിൽ ദൈവം വിശാലമായി നിനക്ക് വേണ്ടി തുറന്നു വച്ചിട്ടുണ്ട്. വെളിപ്പാട് 3:8 വായിച്ചു നോക്ക്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരും അടക്കാതെ വണ്ണം, അടക്കാൻ കഴിയാത്തൊരു വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വച്ചിട്ടുണ്ട്. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഈ വാവിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തല്ലോ, അതിനായി നന്ദി. ഇതുപോലെ ജോലി നഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചിട്ട് കിട്ടാതെയൊക്കെ നടക്കുന്ന എല്ലാവർക്കും വേണ്ടി മഹാത്ഭുതം, മഹാത്ഭുതം, മഹാത്ഭുതം കർത്താവ് ചെയ്യണമേ. അവരും സാക്ഷ്യം പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്താണെങ്കിലും, വിഷയങ്ങൾ എന്താണെങ്കിലും അതിനുത്തരം നൽകും. വൈകിയാലും ഉത്തരം നൽകും. കാരണം ബൈബിൾ പറയുന്നത്, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ടി വരില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാണക്കേട് അവർക്കുണ്ടാകുകയില്ല. നമുക്ക് ചേർന്ന് ഈ സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഈ സമയത്ത് ഓരോരുത്തരുടെ മേലങ്ങ് നീട്ടണമേ. രോഗങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. ഒരു രോഗത്തെ ഞാൻ വ്യക്തമായി കാണുന്നത്, ഈ കൈവെള്ളയിൽ ഏതോ പ്രത്യേക രീതിയിലുള്ള ഒരു അലർജി വന്നിട്ട് അത് ബ്ലാക്ക് നിറത്തിലേക്കായി, നീറലും അതുപോലെ കൈകൾ കൊണ്ട് പലതും ചെയ്യുമ്പോൾ പെയിനും ഒക്കെയുള്ള ആ കൈകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ആരാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ. കരളിന് സാരമായി തകരാറുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ലിവർ സിറോസിസ് ആകാം, ഫാറ്റി ലിവർ ആകാം, മറ്റുള്ള ഏതെങ്കിലും കരൾ രോഗങ്ങളോ കരളിൽ ഉള്ള സിസ്റ്റുകളോ ഏതാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പരിപൂർണമായും സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്ന രോഗം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ വാൽവുകൾ സൗഖ്യമാകട്ടെ. കിഡ്നികൾ, പ്രവർത്തിക്കാത്ത കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മഞ്ജുഷ് എന്നു പേരുള്ള ഒരു വ്യക്തിയെ, കിഡ്നികൾ പ്രവർത്തിക്കുന്നില്ല, മഞ്ജുഷ്, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ പ്രായമുള്ള ചില സഹോദരന്മാരെ, അവരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സഹോദരി ഇപ്പോൾ ഗർഭിണിയാണ്. പക്ഷെ എന്തൊക്കെയോ വലിയ കോംപ്ലിക്കേഷൻസിലൂടെ പോവുകയാണ്. നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. വീട്ടിലുള്ളവരും ഭർത്താവും എല്ലാം വിഷമത്തിലാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രഗ്നൻസിയിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും മാറട്ടെ. പൂർണ്ണമായ വിടുതലും സൗഖ്യവും ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ സ്ട്രോക്ക് വന്ന ചില വ്യക്തികൾ, ഒരു ഭാഗത്ത് തളർച്ചയൊക്കെയുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ഫാദർ. രണ്ട് കൈകളും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവെ, വിഷയങ്ങൾ എന്താണെങ്കിലും, പ്രാർത്ഥിക്കുന്നത് എന്താണെങ്കിലും അതിലൊരു അത്ഭുതകരമായ വിടുതലും സൗഖ്യവും അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാതരോഗങ്ങൾ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്ത മക്കളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദുബൈയിലും ഷാർജയിലുമുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അടുത്ത് എത്തിച്ചേരാവുന്ന അകലത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും
വന്ന് അറ്റൻഡ് ചെയ്യുക. നാട്ടിൽ നാളെയും മറ്റന്നാളും കായംകുളത്തും കോതമംഗലത്തും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 2 ടീമുകളായി ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. കൂടാതെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ്, ബ്ലെസ്സിങ് ടുഡേയുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യാമെങ്കിൽ ഒത്തിരി ഇൻഫർമേഷൻ, അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട വീഡിയോകൾ, അതുപോലെ ആരാധന ഗീതങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കും. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. Dubai Blessing Festival, April 27, 2017, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant near ADCB Metro Station, Karama. Phone 055-741-5618. Al-Nada Blessing Festival, April 28, 2017, Friday. Time 5 p.m. to 7 p.m. ABC Hall near Al-Mulla Plaza. Hall number 7. Office entrance, Al-Nada. Phone 055-741-5618.